ഗൈസ് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് ഇതാ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഗൈസ്. അപ്പം നമുക്ക് ഒരു ലേശം ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ചധികം ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലിട്ട് വേണ്ടത് പ്രധാനപ്പെട്ട തൈരാണ് കേട്ടോ ഗൈസ്. കുറച്ച് തൈര് ഒഴിക്കാം ഗൈസ്. തൈര് ഒഴിക്കണതിൻ്റെ മുമ്പ് നമുക്ക് നിങ്ങളുടെ കയ്യിൽ എന്ത് പൊടിയുള്ള അത് ഇടാം കേട്ടോ ഗൈസ്. ഞാൻ കടലമാവാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് കടലമാവ് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് തൈര് ഒഴിക്കാം കേട്ടോ ഗൈസ്. കുറച്ച് തൈരും കൂടി നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഗൈസ്. ഇപ്പോൾ തൈര് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കാം കേട്ടോ. നന്നായി ഇളക്കി യോജിപ്പിക്കാം കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇത്തിരി കടലമാവ് ഇട്ട് കൊടുക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് ഇത് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് അടുപ്പ് കത്തിക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് അടുപ്പ് കത്തുന്നില്ല, കത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇതാ ചട്ടി കുറച്ചും കൂടി ഒന്ന് ചൂടാവട്ടെ കേട്ടോ ഗൈസ്. അപ്പോൾ ഒന്ന് ചൂടാവട്ടെ. സ്റ്റാർട്ട്. അപ്പോൾ ഗൈസ് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഗൈസ്. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്കിത് ഇത്തിരിയായിട്ട് ഇതിലോട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ് ഇതാട്ടോ ഗൈസ്, ഇത് മൊത്തം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് മൊത്തത്തിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ട് അപ്പോൾ ഗൈസ് ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. എനിക്കിത് ഓഫാക്കി. അപ്പോൾ ഗൈസ് നമുക്ക് കുറച്ചും കൂടി എണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഗൈസ്. ഇത് നമ്മൾ മിക്സാക്കിയ പ്ലേറ്റിൻ്റെ കോലമാണ്. ഇത് ശരിയാക്കിയില്ലെങ്കിൽ ഉമ്മ നമ്മൾ കൊണ്ടിട്ടത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായി മുരിഞ്ഞ് വരണം. നന്നായി മുരിഞ്ഞ് ക്രിസ്പി ആയിട്ട് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് ഇത് അനിഷിതയാണ് കേട്ടോ ഇളക്കുന്നത്, ചെറിയ അനിയത്തി. അപ്പോൾ അവളാണ് ഇത് ഇളക്കുന്നത് കേട്ടോ ഗൈസ്. ചട്ടി അതാണ് അങ്ങോട്ട് ചോപ്പ് കളർ. അപ്പോൾ ഗൈസ് നമുക്ക് ഇതാക്കാം ഗൈസ്. ഈ ഒരു പരുവൊക്കെ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇറക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്കിത് പ്ലേറ്റിലേക്ക് കൊട്ടിക്കൊടുക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ മൊത്തം കൊട്ടിക്കൊടുക്കാം. അപ്പോൾ ഗൈസ് ഇതാ നമ്മൾ ഈ പ്ലേറ്റിലേക്ക് ഇത് ഫുള്ള് കൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാട്ടോ ഗൈസ്, നമുക്ക് 4 ലെമണും കൂടി ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഗൈസ് ഇതിലേക്ക് നമുക്ക് ലെമൺ പിഴിഞ്ഞ് കൊടുക്കാം കേട്ടോ ഗൈസ്. മൊത്തത്തിൽ ഇതാക്കിയിട്ട് പിഴിഞ്ഞ് കൊടുക്കാം. അപ്പോൾ ഗൈസ് ഇതാട്ടോ ഗൈസ്, ഈ സ്പൂൺ സ്റ്റാൻഡിൻ്റെ ലിങ്ക് ഞാൻ മേലെ കൊടുക്കാം. അപ്പോൾ ഇതാട്ടോ ഗൈസ് അൻഷിത ടേസ്റ്റ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഗൈസ് നല്ല ടേസ്റ്റ് ഉണ്ട്.